നമസ്കാരം. നമുക്കൊരു സൃഷ്ടാവുണ്ടോ? അങ്ങനെയൊരാളുണ്ടെങ്കിൽ ആ രൂപകൽപ്പനയുമായി നമുക്കെന്താണ് ബന്ധം? മനുഷ്യൻ ഒരുപാട് കാലമായി ചോദിക്കുന്ന ഈ ചോദ്യങ്ങളുണ്ടല്ലോ, അതിനൊരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു ചെറിയ ശ്രമമാണ് നമ്മളിന്ന് നടത്തുന്നത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഈയൊരു ചോദ്യത്തോടെ തുടങ്ങാം. ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒന്നാണിത്, അല്ലേ? ആകാശം കനിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് തരാൻ വേറെ ആരുണ്ട്? ഈ ചോദ്യം നമ്മുടെ ഈ യാത്രയിലുടനീളം മനസ്സിലിരിക്കട്ടെ. നമ്മുടെ നിലനിൽപ്പിനെയും നമ്മൾ എത്രമാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം അദൃശ്യനായ സൃഷ്ടാവിനെക്കുറിച്ചാണ്. അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ അതിശക്തനായ ഒരു സൃഷ്ടാവുണ്ട് എന്നാശയം. ഇത് മിക്കവാറും എല്ലാ മനുഷ്യരുടെ ആത്മീയ ചിന്തകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പൊതുവായ കാര്യമാണ്. അത് പല പല ദർശനങ്ങളിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഹൈന്ദവ ദർശനത്തിലെ ഈയൊരു കാഴ്ചപ്പാട് എന്തൊരു ഭംഗിയാണിത്! സൃഷ്ടാവെന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു രൂപമല്ല, മറിച്ച് ആ കണ്ണിന് കാണാനുള്ള കഴിവ് നൽകുന്ന ശക്തിയാണ്. അതായത് കാഴ്ചയുടെ തന്നെ ഉറവിടം. ഏതാണ്ട് ഇതേപോലൊരു ആശയം തന്നെ ക്രിസ്തീയ കാഴ്ചപ്പാടിലും നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ നേരിട്ട് കാണാൻ സാധ്യമല്ല, പകരം അത് വെളിപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ആ അദൃശ്യനായ ശക്തിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇനി ഇസ്ലാമിക കാഴ്ചപ്പാട് നോക്കിയാലും ഈ ആശയത്തിന് വലിയൊരു ഊന്നൽ കൊടുക്കുന്നുണ്ട്. കാണുന്നതും കാണാത്തതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ, അത് സ്രഷ്ടാവിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമായിട്ടാണ് ഇവിടെ പറയുന്നത്. ശരി, സ്രഷ്ടാവിനെക്കുറിച്ചുള്ള ഈ ആശയങ്ങളിൽ നിന്നെല്ലാം നമുക്കിനി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാലോ? നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ എത്ര വ്യക്തമായാണ് ഒരു രൂപകൽപ്പനയുടെ തെളിവുകൾ കാണാൻ കഴിയുന്നതെന്നതിലേക്ക്. ഇതൊന്ന് നോക്കൂ, ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. നമ്മുടെ ശരീരത്തിലെ ഈ വ്യത്യാസം കണ്ടോ? പല്ലുകളുണ്ടല്ലോ, അത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വളരില്ല. പക്ഷേ നഖങ്ങളോ, അത് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ പുരികങ്ങളൊരു പ്രത്യേക നീളത്തിൽ അങ്ങ് നിൽക്കും. പക്ഷേ തലമുടി അങ്ങനെയല്ല. ഇതൊക്കെ വെറുമൊരു യാദൃച്ഛികതയാണോ, അതോ ഇതിന്റെ പിന്നിൽ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടോ? ഇവയാണ് ആ രൂപകൽപ്പനയുടെ ഭംഗി ശരിക്കും വെളിവാകുന്നത്. കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിട്ടും ഒരാളുടെ വിരലടയാളം പോലെ മറ്റൊരാൾക്കില്ല. കണ്ണിന്റെ റെറ്റിന, ഞരമ്പുകളുടെ ആ ഒരു വിന്യാസം, എന്തിനേറെ പറയുന്നു, നമ്മുടെ ശബ്ദം പോലും തികച്ചും വ്യത്യസ്തമാണ്. ഓരോ സൃഷ്ടിയിലും എത്രമാത്രം ശ്രദ്ധയും ഒരു യുണീക്നെസ്സും നൽകിയിട്ടുണ്ടെന്ന് ഒന്ന് ഓർത്തുനോക്കൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ രൂപകർത്താവിന്റെ സ്വഭാവം എന്തായിരിക്കും? ചില പ്രത്യേക പേരുകളിലൂടെയും ഗുണങ്ങളിലൂടെയും നമുക്കത് മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യത്തെ പേര് അൽ ഖാലിഖ്. അതിന്റെ അർത്ഥം സൃഷ്ടികർത്താവ് എന്നാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ. ആ ഒരു അടിസ്ഥാനപരമായ പ്രവൃത്തിയിലേക്കാണ് ഈ പേര് വിരൽ ചൂണ്ടുന്നത്. ഇനി രണ്ടാമത്തെ പേര് അർ റസാഖ്. സൃഷ്ടിച്ചാൽ മാത്രം മതിയോ? പോരല്ലോ. ആ സൃഷ്ടികൾക്ക് ജീവിക്കാൻ വേണ്ടതൊക്കെ കൊടുക്കണ്ടേ? അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ എന്നാണിതിന്റെ അർത്ഥം. മൂന്നാമത്തെ പേര് അൽ മുസവ്വിർ, രൂപം നൽകുന്നവൻ. നമ്മൾ നേരത്തെ വിരലടയാളത്തിന്റെയും കണ്ണിന്റെയുമൊക്കെ കാര്യം പറഞ്ഞില്ലേ? അതുമായിട്ട് ഈ പേരൊന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ തനതായ രൂപവും ഭാവവും നൽകുന്നവൻ. അവസാനമായി അൽ മുദബ്ബിർ, അതായത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. സൃഷ്ടിക്കു മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും കൃത്യമായി പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്ത് കൊണ്ടുപോകുന്നവൻ. എല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്നൊരു സൂചന ഇതിലുണ്ട്. ഇതുവരെ നമ്മൾ പുറത്തുള്ള തെളിവുകളെയും ഡിസൈനിനെയും കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഇനി നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് തന്നെ തിരിക്കാം. നമ്മുടെ ആത്മാവിനോട് നേരിട്ട് സംസാരിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അവ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? സൃഷ്ടിപ്പിലെ ആ ഒരു പെർഫെക്ഷനെയും കലാപരമായ കഴിവിനെയും പ്രകീർത്തിക്കുന്ന ഒരു വചനമാണിത്. ഏറ്റവും മികച്ച നിർമ്മാതാവ് എന്ന ആ ഒരു വിശേഷണം തന്നെ ആ രൂപകൽപ്പനയുടെ മഹത്വം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. ഇവിടെയാണ് സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തിന്റെ ആശയം വരുന്നത്. ഇതൊരു വൺ വേ ട്രാഫിക് അല്ല. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അതായത് ഓർമ്മകളിലൂടെയും സ്മരണകളിലൂടെയും നിലനിൽക്കുന്ന ഒരു ബന്ധം. ഇതാണ് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ നെട്ടോട്ടം എന്തിനാണ്? സമാധാനത്തിനു വേണ്ടിയല്ലേ? ആ യഥാർത്ഥ സമാധാനവും മനസ്സമാധാനവും ഭൗതികമായ കാര്യങ്ങളിലൂടെയല്ല, മറിച്ച് ആത്മീയമായ ഒരു ബന്ധത്തിലൂടെയാണ് കണ്ടെത്താൻ കഴിയുക എന്നാണ് ഈ സന്ദേശം വ്യക്തമാക്കുന്നത്. അപ്പോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒരുമിച്ച് ചേർക്കാം. സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള
ഈ ബന്ധത്തിന്റെ ലക്ഷ്യം എന്താണ്? അതൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സമാധാനം കണ്ടെത്തുന്നത്. അപ്പോ ആ സമാധാനത്തിലേക്കുള്ള വഴി എന്താണ്? വളരെ ലളിതമായ 3 കാര്യങ്ങളായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഈ ബന്ധം, ഈ ഉടമ്പടി തിരിച്ചറിയുക. രണ്ടാമത്, നമുക്ക് ലഭിച്ച ഈ ഡിസൈനിനും അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിക്കുക. അവസാനമായി, യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയും സമാധാനവും ഈ ദൈവീക ബന്ധത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ്. നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. എന്തിലാണ് നിങ്ങളുടെ ഹൃദയം ശരിക്കും സമാധാനം കണ്ടെത്തുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം.